സൂര്യൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന കർക്കിടക മാസം ദുർഘട മാസമായാണ് അറിയപ്പെടുന്നത്. കർക്കിടകത്തിന്റെ ദുർഘടമൊഴിയാൻ രാമായണ പാരായണം ഉത്തമമെന്നാണ് വിശ്വാസം. പഞ്ഞമാസത്തിലെ ദുർഘട നാളുകളിൽ നിന്നുള്ള മോചനമന്ത്രമാണ് ഓരോ വിശ്വാസിക്കും രാമായണ പാരായണം. കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും മറ്റും രാമായണ മാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കിയിരുന്നു. കർക്കിടക മാസത്തിന് മുന്നോടിയായി ഇന്നലെ വിശ്വാസികൾ വീടുകളെല്ലാം വൃത്തിയാക്കി ശ്രീഭഗവതിയെ വരവേറ്റു. വീടുകളിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ദശപുഷ്പങ്ങൾ സ്ഥാപിച്ചാണ് കർക്കിടകത്തെ വരവേൽക്കുന്നത്. ഇനി 30 നാളുകൾ ആരാധനാലയങ്ങളും വീടുകളും രാമനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകും. സമൃദ്ധിയുടെ മാസമായ ചിങ്ങത്തിന് മുൻപേ എത്തുന്ന കർക്കിടകം ആദികളുടെയും വ്യാധികളുടെയും മാസമായാണ് അറിയപ്പെടുന്നത്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലയെയും സ്പർശിക്കുന്ന രാമകഥ ദേശകാലാതീതമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. പക്ഷെങ്കിലും മനുഷ്യന് എന്തെല്ലാം ദുഃഖങ്ങളോ സുഖങ്ങളോ അനുഭവിക്കാമെങ്കിൽ അത് മുഴുവനും ലോകത്തിന് സ്വയം കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പുരുഷനാദ്യം. മറ്റുള്ള ഒരു അവതാരത്തിലും അത് കാണില്ല. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമടക്കമുള്ള കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും രാമായണ പാരായണം, പിന്നീട് അവസാന ദിവസം അഖണ്ഡ രാമായണ പാരായണമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുവനായിട്ട് വായിച്ചു തീർക്കുന്ന ഒരു അനവധി ആളുകൾ കൂടിയിട്ട് അതും പതിവുണ്ട്. നാലമ്പല ദർശനത്തിനും കർക്കിടക മാസത്തിൽ സവിശേഷ പ്രാധാന്യമുണ്ട്. ഇനി ഓരോ മലയാളിക്കും രാമായണശീലുകളുടെ പുണ്യമാസക്കാലമാണ്. മലപ്പുറത്തു നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.